നമസ്കാരം. ആഘോഷത്തിന്റെ ശോഭ മുഴുവൻ കെടുത്തിയവർ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുന്നു. സെയിലിംഗ് ആരംഭിക്കുന്നു. ഒരു ചെറിയ കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. 3 പ്രധാനപ്പെട്ട റൂട്ടുകളാണ് കണ്ടെയ്നർ വ്യാപാരത്തിന്റെ 3 പ്രധാനപ്പെട്ട റൂട്ടുകളുണ്ട്. ട്രാൻസ് അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് അമേരിക്കയുടെ കിഴക്കൻ തീരത്തോട്ട് പോകുന്ന അറ്റ്ലാന്റിക് സമുദ്രം കുറുകെ കടന്നു പോകുന്ന വ്യാപാരം. അവിടെ ഒരാഴ്ചയിൽ, ഇത് ആഴ്ചയിലെ കണക്കാണ് ഈ പറയുന്നത്, 1,61,657 കണ്ടെയ്നറുകളാണ്, അതിന് കൊണ്ടുപോകാനുള്ള കപ്പലുകളാണ് നിലവിലുള്ളത്. 1,61,657 കണ്ടെയ്നറുകൾ ഒരാഴ്ചയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു റൂട്ട് ട്രാൻസ് പസഫിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജപ്പാൻ, ചൈന, കൊറിയ, അവിടുന്ന് അമേരിക്കയിലോട്ട് പസഫിക് സമുദ്രത്തെ കുറുകെ ഭേദിച്ചുകൊണ്ട് പോകുന്ന കാലിഫോർണിയ, പ്രധാനമായിട്ട് ലോസ് ഏഞ്ചൽസ്, ലോങ് ബീച്ച് പോർട്ടുകളാണ്. ഇന്നലത്തെ കളി ഉണ്ടായിരുന്നല്ലോ, ബെൽജിയം സ്പെയിൻ കളി നടന്നത് കാലിഫോർണിയയിലാണ്. ഹോളിവുഡൊക്കെ ഉള്ളത് അവിടെയാണ്. ആ പ്രദേശത്തോട്ട് പോകുന്നത് ആഴ്ചയിൽ 5,75,417. അത് വലിയ സംഖ്യയാണ്. ആ സമുദ്രം എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന്, ജപ്പാനിൽ നിന്നും, കൊറിയയിൽ നിന്നും, വിയറ്റ്നാമിൽ നിന്നും ഒക്കെയുള്ള കാർഗോ പോവുകയും അമേരിക്കയിൽ നിന്നുള്ള കാർഗോ കുറവാണെങ്കിലും, അല്ലെങ്കിൽ ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ, നമ്മുടെ വിഴിഞ്ഞത്ത് വരുന്ന മുഴുവൻ ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണല്ലോ, ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ തിരിച്ചു വരികയും ചെയ്യുന്ന വിധത്തിൽ 5,75,417. അപ്പൊ 2 പ്രധാനപ്പെട്ട സമുദ്രങ്ങളെ മറികടക്കുന്നതാണ് ഈ കണക്ക്. മൂന്നാമത്തത് ഫീസ്റ്റ് യൂറോപ്പ് എന്നാണ് അതിന്റെ റൂട്ടിന് പേരിട്ടിരിക്കുന്നത്. ഫീസ്റ്റ് യൂറോപ്പ് എന്താണ്? ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാർ ഈസ്റ്റ്, ചൈന, കൊറിയ, ജപ്പാൻ, അവിടെ നിന്ന് നമ്മുടെ മുമ്പിലൂടെ കടന്ന് യൂറോപ്പിലോട്ട് പോകുന്ന ആ റൂട്ട്, അതാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ മാത്രമല്ല, ചൈന സീ ഒക്കെ കടന്നു പോകുന്ന റൂട്ടാണ്. അതിന് 5,74,335 ഒരാഴ്ചയിൽ പോകുന്ന കണ്ടെയ്നറുകളുടെ, പോയി വരുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം 5,74,000. അപ്പോ ഈ റൂട്ട് 2ാം സ്ഥാനമാണ്. മറ്റേത് 5,75, ഇത് 5,74, ഒരു 1000 കണ്ടെയ്നറിന്റെ വ്യത്യാസം. അപ്പൊ നമ്മുടെ മുമ്പിലൂടെ പോകുന്ന ഫീസ്റ്റ്, ആഘോഷം, ഈ ആഘോഷത്തിന് അമിട്ട് വെച്ചവരാണ് ഇപ്പൊ തലയിൽ മുട്ടിട്ട് നടക്കുന്നത്. നമ്മൾ ആഘോഷിക്കേണ്ടതായിരുന്നു. ഈ കരാർ അറിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ, എനിക്ക് തോന്നുന്നു ജൂൺ 30, ജൂലൈ 1 തീയതികളിൽ എന്നെ ബന്ധപ്പെട്ട ചാനലുകൾ, ഞാൻ ചർച്ച ചെയ്യാൻ പോയ ചാനലുകൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, കേരളം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കേണ്ട തീരുമാനമാണ് ഈ MSCയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താണ്? കരിനിഴൽ വീഴ്ത്തി, ആ ആഘോഷത്തിന് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ഇത് കപട ഇടപാടാണ്, കേരളത്തെ തകർക്കുന്ന ഇടപാടാണ് തുടങ്ങി പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായല്ലോ. കേരളത്തെ ഈ MSCയുടെ ഇടപാട് ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഒതുങ്ങിയത്. ഈ വാർത്ത ലോകം മുഴുവനുമുള്ള ഏറ്റവും മുന്തിയ മാധ്യമങ്ങൾ കേരളം എതിർക്കുന്നു, പഴയതുപോലെ കേരളം ആഗോള നിക്ഷേപത്തെ എതിർക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് കേരളം മുഴുവൻ വന്നത്. ഒരാഴ്ച, ഇപ്പൊ എന്താണ് തീയതി, എത്രയായി? ഇന്നലെ 11 എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂലൈ 11 സാൻ ഫെർണാണ്ടോ, നമ്മുടെ തുറമുഖത്ത് ആദ്യമായിട്ടൊരു കപ്പൽ വന്നതിന്റെ വാർഷിക ദിവസം നമ്മൾ പിന്നിട്ടു. സാൻ ഫെർണാണ്ടോ വന്നതിന്റെ വാർഷികം ഇന്നലെ നമ്മൾ പിന്നിട്ടു. ഇന്ന് ജൂലൈ 12. 2 വർഷം കൊണ്ട് നമ്മൾ നേടിയ ഈ അഭൂതപൂർവമായ വളർച്ചയെ മുഴുവൻ കരിതേച്ച് കാണിക്കുന്ന തരത്തിൽ ഒരു ആഗോള നിക്ഷേപം വന്നപ്പോൾ പുറംതിരിഞ്ഞു നിന്ന് പുറങ്കാലുകൊണ്ട് അതിനെ അട്ടിപ്പയക്കാൻ ശ്രമിച്ച കേരളത്തിലെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM, ഇന്നലെ ആ പ്ലേറ്റ് മാറ്റി. ഞങ്ങൾക്ക് ഓഹരി കൈമാറ്റത്തിൽ എതിർപ്പില്ല പറയുന്ന ആരാണ്? LDF കൺവീനർ.
വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ എതിർപ്പില്ല. ഞാൻ പറയുന്നത് CPM നിലപാട്. രണ്ടഭിപ്രായമില്ല. ഒരു കമ്പനിക്കും ഓഹരി നൽകാൻ പാടില്ലെന്ന നിലപാട് പാർട്ടിക്കില്ല. പിന്നെന്താണ് കഴിഞ്ഞ 10 ദിവസമായിട്ട് ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഇത് മുഴുവൻ തകർത്ത മുഖ്യ സൂത്രധാരൻ, കേരളത്തിന്റെ ഭാവിയെ മൂടോടെ നുള്ളിയെടുത്ത പ്രതിപക്ഷ നേതാവെന്ന് ചരിത്രത്തിൽ നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങളുടെ ചെയ്തികൾ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ എറിഞ്ഞുടച്ച് തല്ലിയുടച്ച് ട്രാക്ടറുകളെ നിരോധിച്ച അതേ സമീപനമാണ് ഇക്കാര്യത്തിൽ നിങ്ങൾ തുടർന്നതെന്നും കേരളത്തിന്റെ വളർച്ചയെ നിങ്ങൾ ബ്രേക്കിട്ട് പിടിച്ചു വലിച്ചു, ചവിട്ടി നിർത്തി എന്നും രേഖപ്പെടുത്തി കഴിഞ്ഞു. ശ്രീ പിണറായി വിജയൻ സെബിക്ക് എഴുതിയ കത്ത് തെളിവ് അതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇന്ത്യൻ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനത്തെ അറിയിച്ച വിവരം എന്താണെന്ന് അറിയാമോ? ഐ എം ഓഫ് ദി കൺസിഡേർഡ് വ്യൂ ദാറ്റ് ദ പ്രപ്പോസ്ഡ് ട്രാൻസാക്ഷൻ, ഈ ഇടപാട്, എന്റെ പൂർണ്ണ വിശ്വാസം, എന്റെ പൂർണ്ണ ബോധ്യം, ഈ ഇടപാട്, ദാറ്റ് ദ പ്രപ്പോസ്ഡ് ട്രാൻസാക്ഷൻ ഇഫ് അലൗഡ്, അനുവദിക്കപ്പെട്ടാൽ, ടു ഗോ ത്രൂ വിൽ ബി ഗ്രേവ്ലി ഡെട്രിമെന്റൽ, മാരകമായ പ്രഹരമാണ്. ഈ ഇടപാട് അനുവദിച്ചാൽ അത് കേരളത്തിന് മാരകമായ പ്രഹരം ഏൽപ്പിക്കും. ഗ്രേവ്ലി ഡെട്രിമെന്റൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താൽപര്യത്തിനെ ഹനിക്കുന്നതാണ്. ഇൻ ജനറൽ ആൻഡ് പെർട്ടിക്കുലർലി ടു ദ പീപ്പിൾ ഓഫ് കേരള. മൊത്തത്തിലും പ്രത്യേകിച്ച് മൊത്തം എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ത്യ മുഴുവനുമായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ വളരെയധികം ഗുരുതരമായി നെഗറ്റീവായിട്ട് ബാധിക്കുന്ന, പിന്നോട്ടടിക്കുന്ന, സമൂഹത്തെ തകർക്കുന്നതാണ് ഈ ഇടപാട്. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സെബിക്ക് കത്തയച്ചത്. ഇത് കലാകാലങ്ങളോളം, വരും തലമുറകളോളം ഈ ഒരൊറ്റ വരി, ഞാനത് വായിച്ചു, 6 പേജോളം വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ നിലവാരത്തിന് ആ കത്ത് വളരെ വളരെ മുകളിലാണ്. എനിക്ക് ആകെ മനസ്സിലായ ഒരു വരിയാണ്, ഇത് കേരള സമൂഹത്തെ പിന്നോട്ടടിക്കുന്നതാണ്, കേരള സമൂഹത്തെ തകർക്കുന്നതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ പറയുമ്പോൾ, ഇന്ന് നിങ്ങളത് എത്ര മാറ്റി പറഞ്ഞാലും ആദ്യം തിരുത്തേണ്ടത് പ്രതിപക്ഷ നേതാവിനെ വീട്ടിൽ പോയിരിക്കാൻ പറയണം. ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കാൻ യോഗ്യനല്ല. കേരളത്തെ തകർക്കുന്ന നടപടികൾ ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി വ്യത്യസ്ത നിലപാടെടുത്താൽ ആദ്യം കേരളത്തെ തകർത്തയാളെ വീട്ടിൽ പോയിരിക്കാൻ പറയണം. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ഇതിൽ പാർട്ടി നിലപാട് ഇതിന് അനുകൂലമാണ്, ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു എതിർപ്പുമില്ല. എങ്കിൽ നിങ്ങൾ ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ച, MSCക്ക് പിന്നാലെ 100 കണക്കിന് കമ്പനികൾ വരേണ്ടവരെയെല്ലാം ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഈ നിലപാട്. നിങ്ങളിപ്പോ മാറ്റിപ്പറഞ്ഞാലും അത് ആദ്യം പ്രചരിപ്പിച്ച, ലോകമാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വിധത്തിൽ നിങ്ങളുടെ ഈ നയമാറ്റം ഒരു മാധ്യമവും ഇനി പ്രചരിപ്പിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വരുത്തേണ്ട ഡാമേജ് വരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എത്ര കുമ്പസാരിച്ചിട്ടും കാര്യമില്ല. കേരളത്തിന് കിട്ടിയ ആഘാതം, മാരകമായ ആഘാതം കേരളം തുടർന്നുള്ള നാളുകളിലും അനുഭവിക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ ഇതെല്ലാം എതിർക്കുന്നു, അദാനിയുടെ ഈ കരാറിനെ എതിർക്കുന്നു, MSCയുടെ വരവിനെ എതിർക്കുമ്പോൾ ഇവിടെ ഒരു ക്ലോസ് ഉണ്ട്, ഈ കരാറിൽ ഒരു ക്ലോസ് ഉണ്ട്. അത് ആരാണ് നിർവഹിക്കുക? ആ ക്ലോസ് ആരാണ് പാലിക്കുക? ദി കൺസെഷണർ ഷാൽ എൻഷ്യൂർ ആൻഡ് പ്രൊക്യൂർ കംപ്ലയൻസ് ഓഫ് ദി കീ പെർഫോമൻസ്. ഈ പോർട്ടിന്റെ പെർഫോമൻസ് ഉറപ്പുവരുത്തേണ്ടത് അദാനിയാണെന്ന് നിങ്ങൾ ഒപ്പിട്ട കരാറിൽ പറയുന്നുണ്ട്. ഇതിന്റെ വളർച്ച കൃത്യമായും ഉറപ്പുവരുത്തേണ്ടത് അദാനിയാണ്. ആ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് പിഴ ശിക്ഷയുണ്ട്, നടപടിയെടുക്കും കേരള സംസ്ഥാനം. അങ്ങനെ നിങ്ങൾ ഒരു കരാർ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം ഈ തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ എതിർത്താൽ ഇത് രണ്ടും പൊരുത്തപ്പെടുന്നുണ്ടോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദിസ് ആർട്ടിക്കിൾ 21 ആൻഡ് ഫോർ എനി ഷോർട്ട് ഫോൾ ഇൻ ആവറേജ് പെർഫോമൻസ്. ഇതിന്റെ കണ്ടെയ്നർ വരുന്നതിലും പോകുന്നതിലും എന്തെങ്കിലും കുറവ് വന്നാൽ, എനി ഷോർട്ട് ഫോൾ ഇൻ ആവറേജ് പെർഫോമൻസ് ഡ്യൂറിംഗ് എ ക്വാർട്ടർ, ഒരു ക്വാർട്ടർ, 4 ക്വാർട്ടർ ഉണ്ടല്ലോ നമുക്ക്, ഏപ്രിൽ, മെയ്, ജൂൺ, ഈ പറയുന്ന
3 മാസം അടങ്ങുന്ന ആദ്യത്തെ ക്വാർട്ടറിൽ എന്തെങ്കിലും കുറവ് വന്നാൽ ഉടനെ പണിഷ്മെന്റ് അടിച്ചു കൊടുക്കുകയാണ്. എ ക്വാർട്ടർ ഇറ്റ് ഷാൽ പേ ഡാമേജസ് ടു ദ അതോറിറ്റി. കേരള സർക്കാരിന് പണം കൊടുക്കണം. ഡാമേജസ് ടു ദ അതോറിറ്റി വിത്തിൻ 30 days ഓഫ് ദി ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈക്ക് മുമ്പ് പൈസ കൊടുക്കണം. ഈ പറഞ്ഞ ആദ്യത്തെ ക്വാർട്ടറിൽ പെർഫോമൻസ് കുറഞ്ഞാൽ ജൂലൈക്ക് മുമ്പ് നഷ്ടപരിഹാരം അദാനി കേരള സർക്കാരിന് കൊടുക്കണം. അപ്പൊ നഷ്ടപരിഹാരം കൊടുക്കാത്ത വിധത്തിൽ പെർഫോമൻസ് കൂട്ടിയാൽ, കണ്ടെയ്നറുകൾ കൂടുതൽ കൊണ്ടുവന്നാൽ, കപ്പലുകളെ കൂടുതൽ വരുത്തിയാൽ നിങ്ങൾ പണിഷ് ചെയ്യും. ഇത് ഞങ്ങൾക്ക് ഈ പൊരുത്തക്കേട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇപ്പോ ശ്രീ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിക്കും മിണ്ടാട്ടമില്ല. മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ഒരു വാക്കുരിയാടാതെ കടന്നു പോകുന്ന ഒരു കാലം. 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നിറം മാറി. കേരളത്തിലെ ജനങ്ങൾ അത് പൊറുക്കില്ല. നിങ്ങൾ ഈ കേരളത്തോട് ചെയ്ത ദ്രോഹം കാലാകാലങ്ങളോളം അവർ മനസ്സിൽ കുറിച്ചിട്ടിരിക്കും.